നാസറും ഭാര്യ ജമീലയും കൂടെ ലച്ചുവിനെ സ്വന്തം മകളായി തന്നെ ഏറ്റെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് ലച്ചുവിനോട് വല്ലാത്തൊരു അടുപ്പം അവർക്കുണ്ടായി കഴിഞ്ഞിരുന്നു. ഇതെന്താ ഒന്നും കഴിക്കാത്തത്? മുന്നിൽ വിളമ്പി വെച്ചതൊക്കെ നുള്ളിപ്പറക്കി കഴിക്കുന്ന ലച്ചുവിനോടാണ് ജമീല ചോദിക്കുന്നത്. അത് എനിക്ക് മതിയായിട്ടാ, ഇത്രയൊന്നും ഞാൻ കഴിക്കില്ല, വിഷമത്തോടെ ലച്ചു പറഞ്ഞു. അത് കേട്ട് ജമീല ചിരിയോടെ അവൾക്ക് വാരി വായിൽ വെച്ച് കൊടുത്തു. നിറഞ്ഞ കണ്ണുകളോടെ അത് കഴിക്കുമ്പോൾ ലച്ചുവിൻ്റെ ഉള്ളിൽ സുമയായിരുന്നു. ഇതെന്താ ഇനിയും ഇവിടെ നിൽക്കുന്നത്? മോള് പോയി കിടന്നോ? അല്ലോ റൂമിലേക്ക് പോയല്ലോ. രാത്രി കിടക്കാൻ പോകാൻ ജമീല പറഞ്ഞപ്പോഴാണ് ലച്ചു ശരിക്കും വീഴേണ്ടത്. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ 5 വർഷത്തോളമായി സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇന്നൊരുവന്റെ താലി അണിഞ്ഞ് അവനൊപ്പം ഒരു റൂമിൽ. ലച്ചുവിന് കയ്യും കാലും വിറച്ചു. ഒടുവിൽ ജമീല തന്നെ അവളെ റൂമിലാക്കി കൊടുത്തു. വാടാ, എന്തിനേ പേടി? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞിപ്പാത്തു, നീ നിന്റെ അലഫ്സിനെ പേടിക്കരുതെന്ന്. വാതിലക്കൽ തറഞ്ഞു നിൽക്കുന്ന ലച്ചുവിൻ്റെ കൈ പിടിച്ച് റൂമിലേക്ക് കയറ്റി വാതിൽ കുറ്റിയിട്ട് അൽത്താഫ് പറഞ്ഞു. എനിക്ക് പേടിയൊന്നും ഇല്ല. അവൻ്റെ അരികിൽ ബെഡിലിരുന്ന് ലച്ചു പറഞ്ഞു. അതെനിക്ക് മനസ്സിലായല്ലോ, എൻ്റെ പാത്തുവിന് പേടിയില്ലെന്ന്. അവൻ കളിയാക്കിയതാണെന്ന് മനസ്സിലായ ലച്ചുവിൻ്റെ ചുണ്ടും കണ്ണും ഒന്ന് കൂർത്തു. അല്ലൊന്ന് പഴയ കുഞ്ഞിപ്പെണ്ണിനെ ഓർമ്മ വന്നു. നെഞ്ചിൽ പ്രണയം തിങ്ങി ഇടനെഞ്ചിൽ കൈ അമർത്തി അവൻ അവളെ നോക്കിയിരുന്നു. എടി കുഞ്ഞിപ്പാത്തു. അല്ലു വിളിച്ചതിനെ ലച്ചു മൂളിയതേയിടും. മൂളാതെ വിളി കേൾക്ക് പാത്തു, അല്ലു പറഞ്ഞു. എന്തിനാ വിളിച്ചേ? അവൻ്റെ മുഖത്തേക്ക് കണ്ണ് മാത്രം ഉയർത്തി നോക്കി ലച്ചു ചോദിച്ചു. പാത്തു എന്താ? നല്ലോണം പഠിക്കണം. ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും, പതിയെ ശരിയാകും. പിന്നെ ഹരിതയും സഹായിക്കും. ലച്ചു വീണ്ടും മൂളിയതും അല്ലു കണ്ണ് കൂർപ്പിച്ചു. അയ്യോ സോറി, ഞാൻ നല്ലോണം പഠിച്ചോളാം. എൻ്റെ അമ്മയെന്ന് ഇടയ്ക്ക് നോക്കണേ. അത് പറയുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകൾ നനഞ്ഞു. അത് നീ പറഞ്ഞിട്ടാണോ? എൻ്റെ പാത്തോട്ടി, ഞാൻ നോക്കിക്കോളാം. നീ സമാധാനത്തോടെ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞാൽ മതി. ഞാൻ നിന്നോളാം. കുറച്ച് നാൾ മതി കേട്ടോ. അവിടെ ഒരു വീടോ ഫ്ലാറ്റോ ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്. നിനക്ക് കോളേജിൽ പോകാനുള്ള സൗകര്യത്തിന് കിട്ടിയാൽ നമ്മൾ അങ്ങോട്ട് മാറും. പിന്നെ നീ ഞാനും മാത്രമേ ഉണ്ടാകൂ അവിടെ. അതൊക്കെ ചെമ്പൂത്തുള്ളവർക്ക് സങ്കടാവൂലേ? അതൊന്നും വേണ്ട, ഒരു വിക്കലോടെ ലച്ചു പറഞ്ഞു. അവർക്ക് വിഷമാകും. ഇല്ലെന്നല്ല, എന്ന് വെച്ച് എത്ര കാലം നമ്മൾ രണ്ടിടത്ത് കഴിയും? ഇപ്പോൾ നിന്നെ ആരും കുത്തുവാക്കോ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മാറ്റുന്നത്, അല്ലാതെ എന്നും നിന്നെ മാറ്റി നിർത്താൻ വേണ്ടിയല്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്കറിയാം നീ പറയുന്നത് എന്താണെന്ന്. എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഞാനേ ഉള്ളൂ. അവർക്കും എൻ്റെ സന്തോഷം തന്നെയാണ് വലുത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടായാലും നിന്നെ അവർ അംഗീകരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ നിന്നെയും അവരെയും ഒരുപോലെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തൽക്കാലം എൻ്റെ കുഞ്ഞിപ്പാത്ത് വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. അൽത്താഫ് പറഞ്ഞതും പെട്ടിൻ്റെ അറ്റത്ത് ഒതുങ്ങി കിടന്നു ലച്ചു. ചുവരിൻ്റെ ഭാഗത്ത് തിരിഞ്ഞ് കിടക്കുന്നവളെ നോക്കി കിടക്കുമ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി. എപ്പോഴും അച്ഛൻ്റെയും ചേട്ടന്മാരുടെയും തോളിലും കാണുന്ന വെളുത്തുരുണ്ട ഒരു സുന്ദരിക്കുട്ടി. ആർക്കും ഒന്ന് നോക്കാൻ തോന്നാ, ഓമനിക്കാൻ തോന്നാ കുഞ്ഞു പെണ്ണ്. ഒരിക്കലും സ്വന്തമാക്കാൻ ഒരുപാട് കൊതിച്ച, ആഗ്രഹിച്ച, എന്നാൽ ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചൊരു കാര്യം ഇപ്പോട്ടും പ്രതീക്ഷിക്കാതെ കൈവെള്ളിയിൽ വെച്ചു തന്നു പടച്ചോൻ. ഇവളോളം മറ്റൊന്നും തന്നെ കൊതിപ്പിച്ചിട്ടില്ല. ഇവൾക്ക് പകരമാകാൻ ആർക്കും കഴിയുകയുമില്ല. വീണ്ടും വീണ്ടും കൊതിയുടെ തനിക്കരിയിൽ ചുരുണ്ടുകൂടി കിടന്ന് സുഖമായി ഉറങ്ങുന്നവളെ തന്നെ നോക്കിക്കിടന്ന് ഉറക്കം കണ്ണുകളെ തഴുകുവോളം ലച്ചുവിനും അല്ലുവിനോട് കുറച്ചുകൂടെ അടുപ്പം തോന്നാനും മടിയില്ലാതെ സംസാരിക്കാനുമൊക്കെ ഈ 2 ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞു. ഇന്ന് സുമ ഇങ്ങോട്ട് വിളിക്കുകയോ ലച്ചു അല്ലുവിൻ്റെ ഫോണിൽ നിന്നും അങ്ങോട്ട് വിളിക്കുകയോ ചെയ്യും. ആ അമ്മയുടെ സന്തോഷം ഓരോ വാക്കിലും തെളിഞ്ഞു നിന്നിരുന്നു. അതുപോലെ ജമീലയ്ക്കും നസീറിനും അവൾ അല്ലുവിൻ്റെ പെണ്ണെന്നതിലുപരി സ്വന്തം മകളായിരുന്നു. ഇന്ന് ലച്ചുവും അല്ലുവും പോകാൻ ഇറങ്ങുകയാണ്. ഇതൊക്കെ കൊണ്ടുപോകണം കേട്ടോ ലച്ചുട്ടി, ഇത് ഞങ്ങളുടെ കുഞ്ഞിന് ഞങ്ങളുടെ വക. നാസറും ജമീലയും കൂടി ഒരു വലിയ കവർ ലച്ചുവിനെ ഏൽപ്പിച്ചു. എന്താ നോക്ക് പാത്തോട്ടി, അല്ലു ഒരു ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. അതിനുള്ളിൽ ഒരു കോളേജ് ബാഗ്, കുറച്ച് നോട്ട്സ് ബുക്ക്, പെൻ, പിന്നെ കുറേ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ അവനെ കാണിച്ചു കൊടുത്തു. അവൾ ലച്ചുവിനെ നോക്കി കണ്ണ് ചിമ്മിച്ചിരിച്ചു. മോൾ ഒരുപാടൊന്നും ഒരുങ്ങി ഞങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ ലച്ചുട്ടിക്ക് അതൊന്നും ഇല്ലെങ്കിലും ആരും നോക്കുന്ന ഭംഗിയിടും. എങ്കിലും എപ്പോഴും ഒരുങ്ങി നടക്കണം. അതൊക്കെ പറയാനും കാണാനും ഞങ്ങൾക്ക് മോളേ ഉള്ളൂ. അതുകൊണ്ടാണ് കോളേജിൽ പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഒരുങ്ങി ആരും കൊതിക്കുന്ന ഹൂറിയായിട്ട് വരണം കേട്ടോ. ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് നിറമിഴിയുടെ ജമീല പറഞ്ഞു. തിരികെ ലച്ചുവും അവരെ പുണർന്നു. കവളിൽ മുത്തം വെച്ചു. ജമീല നാണത്തോടെ നാസറെ നോക്കി. അയാളെ സന്തോഷത്തോടെ എല്ലാം നോക്കി നിന്നു. ഇരുവരോടും യാത്ര പറഞ്ഞ ലച്ചുവും മലും അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹരിതയുടെ വീട്ടിലേക്കാണ് പോയത്. രാത്രി എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് അൽത്താഫും ലച്ചും വാങ്ങിക്കൊണ്ടുപോയി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് രാത്രിയോടെ അവൻ ചെമ്പോത്തേക്ക് തിരികെ പോയി.
ലച്ചുട്ടി എന്താടി പണേ? കോളേജിൽ പോകാം. ഇറങ്ങിയപ്പോൾ സങ്കടം. ഇന്ന് ആദ്യമായി ലച്ചു കോളേജിൽ പോവുകയാണ്. ഹരിതയും ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. രണ്ടാളും ഒരേ ക്ലാസ്സിലുമാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിലും ലച്ചുവിനാകെ വിഷമം. അതാണ് ഹരിത ചോദിക്കുന്നത്. എന്തോ ഒരു പേടി ഒറ്റയ്ക്കായതുപോലെ. അയ്യേ ഞാനില്ലേ കൂടെ? പിന്നെന്താ, വാ, ഇവിടുന്ന് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ നമ്മുടെ CCM കോളേജിലേക്ക്. ലച്ചുവിൻ്റെ കൈയും പിടിച്ച് കോളേജിലേക്ക് നടന്ന് ഹരിത കോളേജ് ഗേറ്റിന് അടുത്തെത്തിയപ്പോൾ തന്നെ ലച്ചു കണ്ടു. കുറച്ചപ്പുറത്ത് കാറിൽ ചാരി നിൽക്കുന്ന ഒരുവൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അല്ലൂസ്. ലച്ചുവിൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. പിന്നെ വെപ്രാളത്തോടെ ഹരിതയുടെ കൈയും പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് ഓടി അവരരികിലെത്തി. എന്തൊരു ഓട്ടാണ് പാതു! വണ്ടികൾ വരുന്നത് നോക്കാതെയാണോ റോഡ് ക്രോസ് ചെയ്തത്? മനുഷ്യന് ശ്വാസം നിന്നുപോയി. നെഞ്ചിൽ കൈവച്ചൊരു ശ്വാസനയുടെ അൽത്താഫ് ലച്ചുവിനെ കൂർപ്പിച്ചു നോക്കി. അത് ഞാനുണ്ടല്ലോ. അലൂസിനെ കണ്ടപ്പോൾ സന്തോഷത്തിൽ വേറൊന്നും കണ്ടില്ല. ഓടി വന്നതിൻ്റെ ചെറിയ കിതപ്പോടെ ലച്ചു പറഞ്ഞു. ഇനിങ്ങനെ ശ്രദ്ധയില്ലാതെ ഓരോന്നും ഒപ്പിച്ചു വച്ചാൽ ലച്ചു ശരിക്കും നീ തല്ലു വാങ്ങും കേട്ടോ. അൽത്താഫ് പറയുന്ന കേൾക്കെ ചുവന്ന മുഖത്തോടെ ലച്ചു മൂളി. മൂളരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ഓ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ദാ നിന്റെ മെഡിസിൻ ഇന്നലെ രാത്രിയാണ് അമ്മ പറഞ്ഞത്. ഇത് തന്നുവിടാൻ മറന്നുപോയെന്നും അതാണ് രാവിലെ ഞാൻ ഇങ്ങെത്തിയത്. മറക്കാതെ കഴിക്കണേ, അൽത്താഫ് പറഞ്ഞു. ഇത് തരാൻ വേണ്ടിയാണോ വന്നത്? ഇല്ലായിരുന്നെങ്കിൽ അലൂസ് വരില്ലായിരുന്നോ? മങ്ങിയ മുഖത്തോടെ ലച്ചു ചോദിക്കുമ്പോൾ അൽത്താഫിൻ്റെ മുഖത്ത് എത്ര നിയന്ത്രിച്ചിട്ടും നിൽക്കാത്തൊരു ചിരി വിരിഞ്ഞു. ഇല്ലെങ്കിലും വരണമായിരുന്നോ? ആർദ്രമായി അല്ല ചോദിക്കെ ലച്ചു ഇത്തിരി മാറി നിൽക്കുന്ന ഹരിതയെ നോക്കി. ഇങ്ങോട്ട് ശ്രദ്ധിക്കാതെ നിൽക്കുവാണ്. പാത്തു. എന്താ? ഞെട്ടിയതുപോലെ ലച്ചു പെട്ടെന്ന് വിളി കേട്ട് അൽത്താഫ് ചിരിച്ചുപോയി. ക്ലാസ്സിൽ പൊയ്ക്കോ, സമയമായി. ഇനി എപ്പോഴാ വരിക? ലച്ചു ചോദിക്കുന്നത് കേൾക്കെ അവൻ്റെ ഹൃദയം തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. വരാം. ഇപ്പം എൻ്റെ കുഞ്ഞു പാത്തു, ക്ലാസ്സിൽ പൊയ്ക്കോ. ഹരിത കാത്തു നിൽക്കുമല്ലേ? ഹരിതേ പോകാം. അല്ലു പറഞ്ഞു കേട്ട് ഹരിതയെ വിളിച്ച് ലച്ചു ക്ലാസ്സിലേക്ക് പോയി. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി പോകുന്നവളെ കാണി അവൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. ആ ഒരാഴ്ചയോളം ലച്ചുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പതിയെ അവൾ ഓരോന്നും മനസ്സിലാക്കി പഠിച്ചെടുത്തു. എല്ലാ ദിവസവും സുമയും ജമീലയും നാസറും അവളെ വിളിച്ച് സംസാരിക്കും. ഇടയ്ക്കൊരു ദിവസം അൽത്താഫ് സുമൈ കോളേജിൽ കൊണ്ടുവന്നു ലച്ചുവിനെ കാണിച്ചു. അവനും രാത്രി വീഡിയോ കോളാണ് വിളിക്കുന്നത്. എൻ്റെ പൊന്നു ലച്ചു, നിൻ്റെ ആള് ഇപ്പം ഇങ്ങി വരും. നീ ചായ കുടിക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് അലുവിനെ പ്രതീക്ഷിച്ച് കോളേജിൽ നിന്നും വന്ന് റെഡി ആയിരിക്കുകയാണ് ലച്ചു. ഒരു ഗ്ലാസ് ചായയും കൊണ്ട് കൊടുത്ത് അവളെ നോക്കിയാണ് ഹരിത പറയുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞോ ഹരിതയെ എന്നെ ചേച്ചി എന്ന് വിളിക്കാൻ? നീ വീണ്ടും എന്തിനാ എന്നെ ലച്ചു എന്ന് വിളിക്കുന്നത്? ഹരിതയെ നോക്കി കണ്ണൊട്ടി ലച്ചു ചോദിച്ചു. അയ്യോ, എന്നെക്കാളും 1 വയസ്സിന് മൂത്ത ഒരു ചേച്ചി ഞാൻ ലച്ചുട്ടിനെ വിളിക്കൂ. ലച്ചുവിൻ്റെ കവിളൊന്ന് ഉമ്മ വച്ച് ഹരിത പറഞ്ഞു. 1 വയസ്സിനായാലും ഞാൻ മൂത്തതല്ലേ, അപ്പം ചേച്ചിന്ന് വിളിക്കാം. എൻ്റെ ലച്ചു ചേച്ചി, നിങ്ങൾ കെട്ടിയന് ഇപ്പം വരും, റെഡി ആയിരുന്നോളൂ. കയ്യിലൊക്കെ വെച്ച് ആക്ഷൻ കാണിച്ച് ഹരിത പറയുന്ന കേട്ട് സൂര്യയും ലച്ചുവും പൊട്ടിച്ചിരിച്ചു പോയി. ദേ അല്ലുവേട്ടം വന്നല്ലോ. ഗേറ്റിൻ്റെ പുറത്ത് കാർ കണ്ടതും ഹരിത പറഞ്ഞു. ലച്ചു ഒരു കുതിപ്പിന് ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. എൻ്റെ കുഞ്ഞിപ്പാത്തു റെഡി ആയിരിക്കുവാണോ? എപ്പോഴും റെഡിയായി, വാ ചായ കുടിക്കാം. ലച്ചു അൽത്താഫിനെ ക്ഷണിച്ചു. വേണ്ട, എൻ്റെ പാത്തു ബാഗ് എടുത്ത് വാ, നമുക്ക് പോവാം. ഇപ്പം വരാമേ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന പോലെ തിരികെ ഓടിയവൾ അപ്പോഴേക്കും ഹരിത അൽത്താഫിനരികിലെത്തി. എങ്ങനെയുണ്ട് ഹരിതേൻ്റെ പാതു? 2-3 ദിവസം കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടമായിരുന്നു. ഇപ്പം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ലെന്നും കരുതുന്നു ഏട്ടാ, ഹരിത അല്ലുവിനോട് പറഞ്ഞു. കുഴപ്പമുണ്ടാവില്ല ഹരിതേ. 10ാം ക്ലാസ്സിലും +2-നും ഫുൾ A+ വാങ്ങിയ കുട്ടിയാണ് എൻ്റെ പാതു. അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റും അവൾക്ക്. ശരിയാണ്, എന്നോട് അവൾ പറഞ്ഞു പഠിക്കാൻ ഭയങ്കര ഇഷ്ടവും ആഗ്രഹവുമായിരുന്നെന്ന്. ഹരിത പറയുമ്പോൾ ആ മുഖത്ത് ലച്ചുവിനോടുള്ള സ്നേഹം അൽത്താഫ് ശരിക്കും കണ്ടു. ആ ഹരിതേ, അവൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓവ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എന്തോ തലവേദന ഉണ്ടായി, പെട്ടെന്ന് തന്നെ എന്തോ മെഡിസിൻ എടുത്ത് കഴിച്ചു, ഒന്ന് വോമിറ്റ് ചെയ്തു. അവൾക്ക് മൈഗ്രെയിൻ വരാറുണ്ട്, അതാകും. ആ സമയത്ത് ഇത്തിരി സങ്കടമൊക്കെ കാണിക്കും എന്നാണ് സുമമ്മ പറഞ്ഞത്. പോകാമോ? ഭാഗമെടുത്ത് ലച്ചു അവർക്കരികിലെത്തി. ഹരിതേ പോയിട്ട് വരാമേ. പോയിട്ട് വായ ലച്ചു ചേച്ചി, ഒരു കളിയാക്കി ചീരിയുടെ ഹരിത പറഞ്ഞു. ലച്ചു അവളെ നോക്കി കണ്ണൊട്ടി. ഇതൊക്കെ കണ്ട അൽത്താഫ് ഒരു പുഞ്ചിരിയോടെ നിന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇരുവരും ഇറങ്ങി. നമ്മൾ എങ്ങോട്ട് അലൂസ പോകുന്നേ? കാറിൽ കയറി മുന്നോട്ട് പോകുമ്പോഴാണ് ലച്ചു ചോദിച്ചത്. എൻ്റെ കുഞ്ഞിപ്പാത്തുന് എവിടെ പോകണം? അമ്മയെ കാണാൻ പോകാമോ? മടിച്ചാണ് ലച്ചു ചോദിച്ചത്. പോകാലോ, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് കാവിൽ തൊഴുത്തിട്ട് അവിടെ നിൽക്കാൻ. അപ്പോൾ നമ്മളും അവിടെ എത്തും. ശരിക്കും സത്യമാണോ? വിടർന്ന കണ്ണുകളോട് ചോദിക്കുന്ന പെണ്ണിനെ പ്രണയം നിറഞ്ഞ മിഴികളോടെ അൽത്താഫ് നോക്കി. അവൻ്റെ മിഴികളിലെ ഭാവം മാറിയത് അടുത്ത നിമിഷം ലച്ചുവിന് മനസ്സിലായിരുന്നു. അവൾ മുഖം താഴ്ത്തിക്കളഞ്ഞു. ലച്ചുവിന് കാവിൽ തൊഴണമെങ്കിൽ കയറിക്കുക കേട്ടോ. അലോസിന് ബുദ്ധിമുട്ടാവുമോ? ഓ പിന്നെ എൻ്റെ കാല് കൊണ്ടല്ലേ നീ കാവിൽ കയറുന്നത്. ഒന്ന് പോയി എൻ്റെ കുഞ്ഞിപ്പാത്തു.
അൽത്താഫ് പറഞ്ഞ പോലെ സുമ അവിടെ കാത്തു നിന്നിരുന്നു. അമ്മയെ കണ്ട് കാവിലും തൊഴുതു സന്തോഷത്തോടെ നേരെ ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി രാത്രിയുടെ നാസറിന്റെ വീടായ നസിയ മനസ്സിലും എത്തി. അവിടെ അവരെ കാത്ത ജമീലെ നാസറിനെയും കൂടാതെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴേ കാത്തിരിക്കാമെന്നറിയോ എൻ്റെ ലച്ചുട്ടിയെ? കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ജമീല ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ലച്ചുവും അവരെ തിരികെ പുണർന്നു. ആഹാ കൊള്ളാലോ, അപ്പം ഞാൻ മാത്രം പുറത്ത്, മാമിക്കിപ്പോൾ ലക്ഷ്മി മതിയല്ലേ? പോടാ കുശുമഞ്ചക്ക, ഇങ്ങോട്ട് വാ, നിങ്ങളെ കാണാൻ ഒരാൾ വന്നിരിപ്പുണ്ട്, കയറി വാ. ലച്ചുവിൻ്റെ കൈയും പിടിച്ച് ജമീല വീട്ടിനുള്ളിൽ കയറി. പിന്നറെ ഭാഗമെടുത്ത് അൽത്താഫും വന്നു. ബാബി, ഇന്ന് രാവിലെ കൂടെ കണ്ടതല്ലേ, ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞില്ലല്ലോ? സെറ്റിൽ ചിരിയോടെ ഇരിക്കുന്ന അക്ബറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇരുന്ന് കെട്ടിപ്പിടിച്ച് അൽത്താഫ് ചോദിച്ചു. ഞാൻ എൻ്റെ മോളെ കാണാൻ വന്നതാണ്, അല്ലാതെ നിന്നെ അരച്ചക്ക. അക്ബർ അല്ലുവിൻ്റെ തലമുടിയൊന്ന് ഉലച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. എന്നെ കാണാൻ വന്നതാണോ? അപ്പോൾ എന്നോട് ദേഷ്യമൊന്നുമില്ലേ? നിറഞ്ഞ മിഴിയോടെ ലച്ചു അയാളെ നോക്കി. എന്തിനാ കുഞ്ഞെ എനിക്ക് നിന്നോട് ദേഷ്യം? എൻ്റെ മോൻ്റെ പ്രാണനല്ലേ നീ. ആ നിന്നെ ഞാൻ മാറ്റി നിർത്തിയാൽ എൻ്റെ മോനെ ഞാൻ സ്നേഹിക്കുന്നെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? എനിക്ക് ഒരുപാട് കുറവുകൾ ലച്ചു വിതുമ്പി. ഒന്നുമില്ല, കുഞ്ഞിലെന്നതും ഒരാളുടെ ജീവിതം തീരാൻ കാണുമൊന്നും ആവില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ വിശ്വാസത്തോടെ കഴിഞ്ഞാൽ തന്നെ എനിക്ക് സന്തോഷമാണ്. എൻ്റെ മോനെ വിഷമിപ്പിക്കരുത്, അതേയുള്ളൂ എനിക്ക് ലച്ചുമോളോട് പറയാൻ. പിന്നെ ഞാനും ഇവൻ്റെ ഉമ്മയും 2 ദിവസം കഴിഞ്ഞാൽ ദുബായി പോകുവാണ്. ഇനി 1 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളൂ. അതുകൂടെ മോളെ കണ്ട് പറയാനാണ് ബാപ്പി വന്നത്. അവളെ തലയിൽ നിന്ന് തലോടി അക്ബർ പറഞ്ഞു. ഞാൻ വന്നാൽ ആർക്കും ഇഷ്ടമാവില്ല, അല്ലെങ്കിലും ഞാനും വരുമായിരുന്നു തറവാട്ടിൽ. എന്നെ കണ്ടാൽ എല്ലാവരുടെയും സന്തോഷം നഷ്ടപ്പെടും. അറിയാം, ബാപ്പിക്ക് മോള് ഇപ്പോൾ വരണ്ട, ഒരിക്കൽ മുന്നിൽ വരരുതെന്ന് പറഞ്ഞവർ തന്നെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കും. അന്ന് വന്നാൽ മതി ചെമ്പൂത്ത് തറവാട്ടിൽ, കേട്ടോ? വിതിമ്പിക്കൊണ്ട് മുളന്ന ആ കുഞ്ഞിപ്പെണ്ണിനോട് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി അക്ബറിന്. അതേ അളിയോ, വാ വന്ന് എന്തെങ്കിലും കഴിക്കുക, പിള്ളേർ വരാൻ കാത്തിരുന്നതല്ലേ. പിന്നെ രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് 9 മണിയോട് അടുപ്പിച്ചാണ് അക്ബർ പോയത്. ഉമ്മയും ബാപ്പയും പോവാനായിന്ന് അല്ലൂസ് എന്താ എന്നോട് പറയാഞ്ഞത്? രാത്രി കിടക്കുമ്പോഴാണ് ലച്ചു അൽത്താഫിനോട് ചോദിച്ചത്. അതൊരു ചെറിയ വാശിയാണ് എൻ്റെ കുഞ്ഞിപ്പാത്തു. എന്തിനാ വാശി? ആരോടാണ് വാശി? മുഖം ചുളുക്കി പിടിച്ച് തല പില്ലോയിൽ നിന്നും ഉയർത്തി ലച്ചു ചോദിച്ചു. അതെൻ്റെ ഉമ്മയോടും വലിയമ്മയോടും ഒക്കെ തന്നെ. എന്തിനും? ലച്ചു പകപ്പോടെ അവനെ നോക്കി. പോകുന്ന കാര്യം നിന്നോടോ അവരാരെങ്കിലും തന്നെ പറഞ്ഞറിയിക്കണമെന്ന് തോന്നി. ഉമ്മിയോ ബാപ്പയോ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും ദേഷ്യം കാണിച്ചാലുമൊന്നും എനിക്ക് അവരോട് പിണക്കില്ല, സങ്കടവും ഇല്ല. എന്ത് സഹിക്കാൻ എനിക്ക് പറ്റും? പറയുമ്പോൾ ആ കണ്ണുകൾ തുളുമ്പിപ്പോയി. അയ്യേ, എൻ്റെ കുഞ്ഞിപ്പാത്ത് കരയണ്ട, എല്ലാവരും നിന്നെ അംഗീകരിക്കും. ഈ അൽത്താഫിൻ്റെ പെണ്ണായി ചെമ്പൂത്ത് തറവാട്ടിൽ നിന്നെ കൈ പിടിച്ച് കയറ്റും, എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ ആലോചന നിനക്ക് വിശ്വാസമില്ലേ പാത്തു? ഉണ്ടല്ലോ. ഈ ലോകത്ത് ഞാൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കുറച്ചു പേരിൽ ഏറ്റവും മുകളിൽ എൻ്റെ അമ്മയ്ക്കൊപ്പമാണ് ഈ ആളിൻ്റെ സ്ഥാനം. അൽത്താഫിൻ്റെ ഇരു കൈയിലും മുറുക്കെ പിടിച്ച നെറ്റിയിൽ ചേർത്ത് ലിച്ചു പറഞ്ഞു. കരയില്ലേ പാത്തു, ഇപ്പോഴും എന്തിനാ ഈ കണ്ണയിലും നിറയ്ക്കുന്നത്? പണ്ട് എൻ്റെ കുഞ്ഞിപ്പാത്തു എപ്പോഴും ഹാപ്പിയായിരുന്നു. കരയുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. അഥവാ കരഞ്ഞാലും അതൊക്കെ കള്ളക്കരച്ചിലായിരുന്നു. ഇല്ലടി കുറുമ്പി. അൽത്താഫ് പണ്ടത്തെ ഓരോ കാര്യങ്ങളും ഓർത്ത് പറയുമ്പോൾ ലച്ചു അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കിയിരുന്നു. എന്താണ് പാത്തുമ്മോ ഇങ്ങനെ നോക്കുന്നത്? പണ്ടത്തെ കാര്യങ്ങളൊന്നും അല്ലൂസ് മറന്നില്ലേ? എങ്ങനെ മറക്കും? എൻ്റെ ഓർമ്മകളിലും ചിന്തയിലുമൊക്കെ നിറഞ്ഞത് ഈ മുഖല്ലേ. അവൻ മനസ്സിൽ ഓർത്തതേയുള്ളൂ, പറഞ്ഞില്ല. എന്താ മിണ്ടാതിരിക്കുന്നത്? ഞാൻ പോലും അതൊക്കെ വല്ലപ്പോഴുമാണ് ഓർക്കുക. നിന്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ കാലം തിരികെ കിട്ടും പാത്തുമ്മ. ഇന്നിപ്പോൾ തന്നെ സുമമ്മയെ കണ്ടപ്പോൾ എൻ്റെ പാത്തിന് സന്തോഷമായില്ലേ? സന്തോഷമായെന്നോ? എൻ്റെ അമ്മ അച്ഛൻ പോയ ശേഷം മനസ്സ് തുറന്ന് ചിരിച്ചു കാണുന്നത് ഇന്നാണ്. ഇല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ദേഷ്യം കൂടെ അമ്മയോട് കാണിക്കും ഏട്ടന്മാർ. അതൊക്കെ അമ്മയെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അവസ്ഥ പാവം, എൻ്റെ അമ്മ എങ്ങനെ സഹിച്ചോ എല്ലാം. ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ഓരോന്ന് പറയുന്ന പെണ്ണിനെ കണ്ണിവ ചിമ്മാതെ നോക്കിയിരുന്നു അവൻ. ഉടൻ നടക്കുമെന്ന സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യമാണിത്. എന്തായാലും ഇങ്ങനെ ചിന്തിച്ചു കൂടുന്നത്. അൽത്താഫിൻ്റെ കയ്യിൽ നിന്ന് തട്ടി ലച്ചു പെണ്ണിൻ്റെ കുറമ്പ് പുറത്ത് വരുന്ന കണ്ട് ഊറിച്ചിരിച്ചേണ്ട ആ മടിയിലേക്ക് കിടന്നു അവൻ. എൻ്റെ തലയിൽ നിന്ന് മസാജ് ചെയ്തത് ആ കുഞ്ഞിപ്പാത്തു. അവൻ മടിയിൽ കിടന്നതോടെ തറഞ്ഞിരിക്കുന്ന പെണ്ണിനെ നോക്കി ഒന്നും സംഭവിക്കാത്തതുപോലെ അല്ലു പറഞ്ഞു. തറഞ്ഞിരിക്കുന്ന പെണ്ണിൻ്റെ കൈ പിടിച്ച് തലയിൽ വെച്ചു അവൻ. മസാജ് ചെയ്യ് പാത്തുമ്മ. യാന്ത്രികമായി ആ നീണ്ടു മെലിഞ്ഞ ഭംഗിയുള്ള വിരലുകൾ അവൻ്റെ തലമുടിക്കിടയിലൂടെ ഓടിത്തുടങ്ങി. വല്ലാത്തൊരു നിർവൃത്തിയോടെ കണ്ണുകൾ അടച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ഇറ്റു വീണത് അത് സങ്കടത്തിൻ്റെ ആയിരുന്നില്ല, സന്തോഷത്തിൻ്റെയായിരുന്നു. ആ രാത്രി ഉറക്കം കണ്ണുകളെ തഴുകുമ്പോൾ അൽത്താഫിനോട് ലച്ചിനുണ്ടായിരുന്ന അകൽച്ച അലിഞ്ഞു തുടങ്ങിയതും. ദിവസങ്ങൾ പതിയെ കൊഴിഞ്ഞു വീണു. അക്ബറും ജമീലയും മടങ്ങിപ്പോയി. ലച്ചു പഠിത്തം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഇടയ്ക്കിടെ സുമ അവളെ കാണാൻ വരും. ചില ദിവസങ്ങൾ കാവിൽ വെച്ച്
അമ്മയും മകളും പരസ്പരം കാണും. ആഴ്ച അവസാനം നാസറിൻ്റെയും ജമീലയുടെയും വീട്ടിൽ അൽത്താഫിനൊപ്പം ലച്ചു ജീവിതം ആസ്വദിച്ചു തുടങ്ങി. കുഞ്ഞിപ്പാത്തുവേ, എന്താണ് അല്ലൂസിൻ്റെ പാത്തുന് ഇത്ര സന്തോഷം? എന്നോടോടെ പറയടാ, ആ സന്തോഷം ഞാനും കൂടെ അറിയട്ടെ. ഇന്നും പതിവ് പോലെ നാസറിൻ്റെ വീടായ ജന്നത്ത് മനസ്സിൽ പോവുകയാണ് രണ്ടാളും. സുമയെ കണ്ടിട്ടാണ് പോകുന്നത്. ഇന്ന് സുമ പറഞ്ഞ ഓരോ കാര്യവും അതവളെ വല്ലാത്തൊരു സന്തോഷത്തിലാക്കി. അത് ആ മുഖത്തെ സന്തോഷത്തിൽ നിന്നും അവന് മനസ്സിലായി. അതേക്കുറിച്ചാണ് അവൻ ചോദിച്ചത്. കുഞ്ഞിപ്പാത്തു, എന്തോ എൻ്റെ പാത്തുന് നല്ല അനുസരണയാണല്ലേ? മനസ്സ് നിറഞ്ഞ ചീരിയോടെ ഇരിക്കുന്ന പെണ്ണെ നോക്കി അൽത്താഫ് ചോദിച്ചു. അതെന്താ? അതോ എന്ത് ചോദിച്ചാലും മൂങ്ങയെപ്പോലെ മൂളിക്കൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞിപ്പാത്തുപ്പോ എൻ്റെ ഒറ്റ വിളിക്ക് എന്തോന്ന് വിളി കേട്ടില്ലേ? അവൻ പറഞ്ഞു കെട്ടിലേച്ചു ചമ്മി ചിരിച്ചു. അതൊന്നുമില്ല, ഞാൻ എപ്പോഴും എന്തോന്ന് വിളി കേൾക്കും. ആയിക്കോട്ടെ പാത്തുമോ, ഇനി പറയ, അമ്മ പറഞ്ഞ സന്തോഷ വാർത്ത എന്താ? അമ്മ പറഞ്ഞത് സന്തോഷ വാർത്തയാണെന്ന് അല്ലൂസ് എങ്ങനെ അറിഞ്ഞു? അതിൻ മുഖത്തെ തിളക്കം കണ്ടാൽ എനിക്ക് മനസ്സിലാകും. എൻ്റെ പാത്തു സന്തോഷവതിയാണോ അല്ലേന്ന് അതിന് കാരണം വേഗം പറയൂ. അവൻ ആ മുഖത്തെ സന്തോഷം കാണി മനസ്സ് നിറഞ്ഞു തന്നെ ചോദിച്ചു. അതുണ്ടല്ലോ, അല്ലൂസിന് നിഖിലിനെ അറിയോ? അതാരാ നിഖിൽ? നിഖില ഏടത്തര ബ്രദർ. പറയുമ്പോൾ ആ മുഖത്ത് അറപ്പ് തെളിയുന്നത് അൽത്താഫ് വ്യക്തമായി കണ്ടു. അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സുമമ്മയുടെ മുഖത്ത് കണ്ട അതേ അറപ്പും വെറുപ്പും. അവന് അൽത്താഫ് ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനെ ആരോ അടിച്ച് ശരിയാക്കിയെന്ന്. ഇനി ഒരു 6 മാസം കഴിയാതെ എഴുന്നേറ്റ് നടക്കില്ലെന്ന്. ആരാകും അവനെ അടിച്ചത്? അൽത്താഫ് ചിരി അടക്കി ചോദിച്ചു. അത് അമ്മയ്ക്ക് അറിയില്ല. എന്തായാലും ചാവാതെ ഇരിക്കണം, എന്നാൽ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യരുത് എന്ന പോലെയാണ് അവനെ അടിച്ചിരിക്കുന്നതെന്നാണ് അമ്മ പറഞ്ഞത്. അവൻ അങ്ങനെ തന്നെ വേണം, ചാവാതെ ചാവണം അവൻ. അതെന്താ അങ്ങനെ തോന്നാൻ? അതോ 2 കാലും 2 കൈയും അടിച്ചൊടിച്ചില്ലേ? അത്രയ്ക്ക് ചീത്തയാണ് അവ പട്ടി. അപ്പോഴും എന്തോ ഓർമ്മയിൽ അവൾ പോലും അറിയാതെ മാറിലും കഴുത്തിലുമൊക്കെ അമർത്തി തൂക്കുന്നുണ്ടായിരുന്നു ലച്ചു. അൽത്താഫ് ഇടത് കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ലച്ചു ഇരുവരുടെയും കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അവൾ അവൻ്റെ മുഖം ചേർത്ത് തേങ്ങലടക്കി. എൻ്റെ പാത്ത് വിഷമിക്കണ്ട, അവന് കിട്ടാനുള്ളത് കിട്ടിയാലോ, ഇനി വിഷമിക്കല്ലേ. അവൻ ചീത്തയാണ് അലോസേ. എന്നെ വേണ്ട, പറയണ്ട, അതൊക്കെ കഴിഞ്ഞില്ലേ. ഇനി ഒരിക്കലും അവൻ്റെ ഒരു നോട്ടം പോലും എൻ്റെ കുഞ്ഞിപ്പാത്തിനെ തേടി വരില്ല. ഇനി സങ്കടപ്പെടരുത് കേട്ടോ. കണ്ണൊക്കെ തുടച്ചേ. മുഖം വല്ലാതെ ഇരുന്നാൽ മാമനും മാമിയും കൂടെ എന്നെ ശരിയാക്കും. ഞാൻ ഹാപ്പി ആയിട്ടിരുന്നോളാം. അവൻ്റെ തോളിൽ മുഖം ഉയർത്തി ടിഷ്യൂ എടുത്ത് മുഖമൊക്കെ തുടച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. ഇരുവരും സന്തോഷത്തോടെ യാത്ര തുടർന്ന് നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് നിറയുന്ന ആ 2 ജീവനുകളെ കാണാൻ